ആദ്യ മദർഷിപ്പ് നങ്കൂരമിട്ടതോടെ വിഴിഞ്ഞത്തെ ഫ്ലെക്സ് യുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും ഫോട്ടോ പതിപ്പിച്ച ഫ്ലെക്സുകളാണ് വഴി നീളെയുള്ളത്. വിജയവഴിയിൽ വിഴിഞ്ഞം എന്ന് CPIM-ഉം ഉമ്മൻചാണ്ടിയെ മറക്കരുതെന്ന് കോൺഗ്രസും പറയുമ്പോൾ തുറമുഖം സംബന്ധിച്ച് സമ്മിശ്ര പ്രതികരണമാണ് പ്രദേശവാസികൾക്കുള്ളത്. ഒരു ഗുണവും ലഭിക്കില്ലെന്ന് ഒരു വിഭാഗവും വികസനം വരേണ്ടത് തന്നെയാണെന്ന് മറ്റൊരു വിഭാഗവും പറയുന്നുണ്ട്. വിശദമായി നോക്കാം റിപ്പോർട്ടിലേക്ക്. ഫ്ലക്സ് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. CPM കോവളം ഏരിയ കമ്മിറ്റി, SFI കോവളം ഏരിയ കമ്മിറ്റി, CPI കോവളം മണ്ഡലം കമ്മിറ്റി, അങ്ങനെ ഇടതുപക്ഷത്തിന് വേണ്ടി ഒരു വലിയ നിര തന്നെ ഫ്ലക്സിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ, ബ്ലോക്ക് കമ്മിറ്റികൾ എല്ലാം ഇവിടെ ഫ്ലക്സ് വെച്ച് നമുക്ക് കാണാം. ഇവിടെ മാത്രമല്ല, നമ്മളിപ്പോൾ നിൽക്കുന്നത് പദ്ധതി പ്രദേശത്തിൻ്റെ പ്രധാന കവാടത്തിലാണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ്. ഇവിടുന്ന് ഇപ്പോൾ ആളുകൾക്ക് കയറി പോകുന്നതിനൊക്കെ വേണ്ടി ബസ് സൗകര്യമാണ് ഏർപ്പാടാക്കിയത്. വരുന്ന വഴിയിൽ ഇതുപോലെയുള്ള ഫ്ലക്സ് നിരയായി റോഡിൻ്റെ ഇരുഭാഗത്തുമുണ്ട്. നമുക്ക് കാണാം ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ്. കപ്പൽ തീരമണിയുമ്പോൾ ഓർക്കുന്നു ഞങ്ങൾ അങ്ങേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഒട്ടും വിടുന്നില്ല. തൊട്ടിപ്പുറം CPM വെച്ചിരിക്കുന്നു അഭിവാദ്യങ്ങളോടെ. CPIM കോവളം ഏരിയ കമ്മിറ്റി. വിജയവഴിയിൽ വിഴിഞ്ഞത്ത് ആദ്യ കണ്ടെയ്നർ ഷിപ്പിന് വരവേൽപ്പ്. അതിൽ പിണറായിൻ്റെ കൂടെ VN വാസവൻ്റെ പടം കൂടിയുണ്ട്. അഹമ്മദ് ദേവർകോവിലൊന്നും ഈ പരിസരത്ത് എവിടെയുമില്ല എന്നുള്ളതാണ്. തൊട്ടപ്പുറം വീണ്ടും ഉമ്മൻചാണ്ടിയുടെ പോസ്റ്റർ. ആഘോഷങ്ങളും ആർഭാടങ്ങളും നടക്കട്ടെ, മറക്കില്ല ഞങ്ങൾ തുറമുഖ ശില്പി ഉമ്മൻചാണ്ടിയെ എന്നുള്ളതാണ്. അതിൽ സുധാകരനുണ്ട്, VD സതീശനുണ്ട്, മറ്റേ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉണ്ട്. ഇവിടെയും നമുക്ക് കാണാം. പക്ഷേ അദാനിയും സർക്കാരും എല്ലാം ചേർന്ന് വെച്ച ഫ്ലക്സിലും അതിലുള്ളത് മുഖ്യമന്ത്രിയുടെ പടം മാത്രമാണ്. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രിയുടെ പടമോ മറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായുള്ള ആരുടെ പടമോ ഇല്ല. അവിടെയും മുഖ്യമന്ത്രിയുടെ പടം മാത്രമാണ്. പക്ഷേ ഇതിലൊന്നും മിസ്സായി പോകുന്നത് BJPക്കാരെ കാണാനില്ല എന്നുള്ളതാണ്. BJPയുടെ അതിശക്തമായ സമരമായിരുന്നു പദ്ധതിക്ക് വേണ്ടി നടത്തിയിരുന്നത്. ഒരു ഘട്ടത്തിൽ ലത്തീൻ രൂപതയുടെ നേതൃത്വത്തിലുള്ള കടുത്ത സമരം നടക്കുന്ന സമയത്ത് BJP പ്രവർത്തകർ കൂട്ടത്തോടെ ഇവിടെ വന്ന് സമരത്തിന് അനുകൂലമായി നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. തൊട്ടപ്പുറം നമുക്ക് CPIയുടെ ബോർഡ് കാണാം. അതിൽ മുഖ്യമന്ത്രിയുടെയും വാസവൻ്റെയും കൂടെ K രാജൻ്റെയും GR അനിലിൻ്റെയും പടം കാണാം. ഇവിടെ നമ്മളൊന്ന് തിരിഞ്ഞാൽ ഇവിടെ മറ്റൊരു സമരം ബോർഡുള്ളത് കുഴിയെണ്ണൽ സമരം. അതിവിടുത്തെ BJPയുടെ നേതൃത്വത്തിൽ ആകെ ഒരു കുഴിയെണ്ണൽ സമരത്തിൻ്റെ മാത്രമാണുള്ളത്. വിഴിഞ്ഞുമായി ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. മൊത്തം ഫ്ലക്സാണ്. ഓരോ ഫ്ലക്സും മത്സരിച്ചാണ്.